الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار أشهد أن نبينا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, പ്രപഞ്ചത്തിന്റെ അധിപനായ ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മരണത്തിലേക്ക് അടുക്കാനുള്ള ഒരു പുതിയ വർഷം കൂടി നമ്മിലേക്ക് പിറന്നിരിക്കുകയാണ്. 2025 വിട പറഞ്ഞു 26 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ലോകം. അഥവാ നമ്മുടെ മരണത്തിലേക്കുള്ള ഒരു വർഷം കൂടി എത്തിയെന്ന് ചുരുക്കം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവന് പുതിയ കലണ്ടറുകൾ വാങ്ങാനും കാലം മാറി മാറി വരുന്നതിനെ ആഘോഷമാക്കാനാണ് മനുഷ്യന്റെ ആവേശം. നന്മ ചെയ്യാനല്ല. ആഘോഷത്തിമിർപ്പുകളിൽ വേണ്ടാത്ത തോന്നിവാസത്തിന്റെ പിന്നാലെ പോകുന്നവർ സോഷ്യൽ മീഡിയകളിലും
പത്രമാധ്യമങ്ങളിലൊക്കെ ഹാപ്പി ന്യൂ ഇയർ സമ്മാനിക്കാനും രാത്രിയുടെ നിശബ്ദതയെ ലൈറ്റുകൾ കൊണ്ടും സൗണ്ടുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് കള്ളുകുടിച്ചും ഡാൻസ് കളിച്ചും റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പടക്കം പൊട്ടിച്ചുമൊക്കെ ആഘോഷമാക്കുന്ന ചില ആളുകൾ. പ്രിയമുള്ളവരെ, എന്താണ് ഇത്ര ആഘോഷിക്കാൻ? എന്താണ് ഇത്ര ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുള്ളത്? ജനിച്ചാലും മരിച്ചാലും ചില ദിവസങ്ങൾ വന്നാലും ചില മാസങ്ങൾ വന്നാലും ചില വർഷങ്ങൾ തീരുമ്പോഴൊക്കെ ആഘോഷമാക്കുന്ന ചില ആളുകൾ. സുഖിക്കാനും സുഖിപ്പിക്കുവാനും സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും വേണ്ടി മാത്രം തന്റെ ജീവിതത്തെ കാണുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധിയും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളവൻ? ആ ബുദ്ധിയുള്ള മനുഷ്യന്റെ അടയാളം എന്താണ്? അൽ കയ്യിസ്. ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു. പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ചു തന്നെ തന്റെ മനസ്സിനെ ശരിക്ക് കൺട്രോൾ ചെയ്തവനാണ്. അഥവാ ഇന്നു ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഒരു ആത്മവിചാരണ നടത്തുന്നവനാണ് അൽ കയ്യിസ് അഥവാ ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവൻ. ഇടയ്ക്കിടെ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നവൻ. കഴിഞ്ഞ മണിക്കൂറുകളിലും മിനിറ്റുകളിലും എന്തൊക്കെ നന്മ ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ തിന്മ എന്റെ ജീവിതത്തിൽ വന്നു, തിന്മ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിൽ ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയോ? വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്തത് എന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്നവൻ, അവനാണ് അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ആജിസ്. ആരാണ് ആജിസ്? അശക്തനായവൻ, ബുദ്ധിയില്ലാത്തവൻ. ആരാ? മൻ അത്ബഅ നഫ്സഹു ഹവാഹ. തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്നവൻ, അഥവാ അവന്റെ ശരീരത്തെ അവന് തോന്നിയ സുഖത്തിന്റെ പിന്നാലെ കൊണ്ടുപോകണം. എന്നിട്ടോ വതമന്ന അലല്ലാഹ്. അള്ളാഹുവിനെ പറ്റി വലിയ പ്രതീക്ഷയാണ്. അതൊക്കെ അള്ളാഹു തആല കൊടുത്തു തരുന്ന വിചാരം. അവനാണ് വൽ ആജിസ്, ബുദ്ധിയില്ലാത്തവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് സമയം പ്രിയമുള്ളവരെ വളരെ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡ് പോലും പിന്നീട് തിരിച്ചു പിടിക്കുക സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ചില സൂക്തങ്ങൾ തുടങ്ങുന്നത് തന്നെ സമയത്തിന്റെ പ്രാധാന്യത്തെ സത്യം ചെയ്തുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളെ നമുക്ക് അങ്ങനെ കാണാം. വൽ ഫജ്ർ, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാ, രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല, പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വല്ളുഹാ, പൂർവാഹനം അഥവാ ളുഹാ സമയം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇങ്ങനെ അല്ലാഹു കാലത്തിന്റെ വിവിധ സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മനുഷ്യരെ സമയത്തിന്റെ മൂല്യം അല്ലാഹു തആല പ്രിയമുള്ളവരെ വ്യക്തമാക്കി തരികയാണ്.
പക്ഷെ ആ സെക്കൻഡുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത മനുഷ്യൻ സമയത്തെ കൊന്നുകളയാൻ, സമയമൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി വൈവിധ്യമാർന്ന മാർഗങ്ങളിലൂടെയാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സമയമെന്ന് പോയി കിട്ടുമെന്നാണ് പല ആളുകളും പ്രിയമുള്ളവരെ ചിന്തിക്കുന്നത്. പലരും ആ സമയത്തെ ഉപയോഗപ്പെടുത്താതെ മിനിറ്റുകളെയും സെക്കൻഡുകളെയും മണിക്കൂറുകളെയും മാസങ്ങളെയും വർഷങ്ങളെയും മനുഷ്യന്മാരെ കൊന്നുകളയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. രണ്ടനുഗ്രഹങ്ങൾ, ഈ രണ്ട് അനുഗ്രഹത്തിലും മനുഷ്യനതാ നഷ്ടക്കച്ചവടമാണ് നടത്തുന്നത്. എന്തിലൊക്കെയാണ്? അസ്ഹത്തു വൽ ഫറാഗ്, ഒന്നവന്റെ ആരോഗ്യത്തെയാണ്, വൽ ഫറാഗ് അവന്റെ ഒഴിവ് സമയത്തെയാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളെ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അഥവാ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമായ ഈ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടക്കച്ചവടമാണ് നടത്തുന്നത്. മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചവരൊഴികെ ആരാണവര്? അവരെങ്ങനെയാണ് സമയത്തെ ഉപയോഗിച്ചത്? കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്രമങ്ങൾ പ്രവർത്തിച്ചവർ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അതല്ലാതെ സമയത്ത് നഷ്ടപ്പെടുത്തിയ ഈ കാലത്തെ നഷ്ടപ്പെടുത്തിയ ആളുകളൊക്കെ നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഒരു ചെറിയ അധ്യായത്തിലൂടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. കേട്ടു തയമ്പിച്ച എല്ലാവർക്കും പരിചയമുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഈ സൂറത്തിൽ പ്രിയമുള്ളവരെ സമയത്തിന്റെ പ്രാധാന്യം, അത് ഉപയോഗിക്കേണ്ട രൂപം അല്ലാഹു തആല കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് രാവും പകലുമൊക്കെ നമുക്ക് സമ്പാദ്യമായി അല്ലാഹു തആല തന്നൊരു അനുഗ്രഹമാണ്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാനുള്ള സമയം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള അമൽ സ്വാലിഹാത്തുകൾ പടച്ച റബ്ബ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ദിക്റുകളായി, ദുആകളായി, ഇബാദത്തുകളായി, സ്വദഖകളായി, സാമൂഹിക സേവനങ്ങള്, പ്രബോധന പ്രവർത്തനങ്ങളുമായി ഒട്ടനവധി സമ്പത്ത് പ്രിയമുള്ളവരെ അല്ലാഹു തആല നമുക്ക് തന്നു. ഈ സമ്പത്തിൽ നിന്ന് ദിക്റുകളാകുന്ന, ദുആകളാകുന്ന, ഇബാദത്താകുന്ന, സ്വദഖയാകുന്ന, സാമൂഹിക സേവനങ്ങളാകുന്ന ഈ സമ്പത്തിൽ നിന്ന് എത്ര നാം സമ്പാദിച്ചു എന്നാണ് പ്രിയമുള്ളവരെ ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും വിശ്വാസികളായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇന്ന് ദുനിയാവിന് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക മനുഷ്യന്മാരെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ല. ഖുർആനും ഹദീസും പഠിക്കുന്ന ക്ലാസുകളിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ല. ജുമുഅക്ക് നേരത്തെ വന്നിരിക്കാൻ നമുക്ക് സമയമില്ല. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളും ദുആകളും ചൊല്ലാനുള്ള സമയം നമുക്കില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് സമയമില്ല. എന്നാൽ അതേ മനുഷ്യന് മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയകളിൽ അവന്റെ സമയത്തെ അവൻ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ മണിക്കൂറുകളോളം അവന്റെ ഫേസിനെ അവൻ മിനിക്കാണ്. ടിവിക്ക് മുന്നിലും മൊബൈലിന്റെ മുന്നിലും ഇരിക്കാൻ സമയമുണ്ട്. ചാറ്റിങ്ങിനും ഷെയറിങ്ങിനും ലൈക്കിനും കമന്റിനുമായി മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന മനുഷ്യന്മാര്. നമ്മളിട്ട ഒരു പോസ്റ്റിന്
നമ്മളിട്ട ഒരു പോസ്റ്റിന് ഒരു ലൈക്ക് കിട്ടിയാൽ, ഒരു കമന്റ് കിട്ടിയാൽ പ്രിയമുള്ളവരെ വല്ലാത്ത സന്തോഷമാണ് നമുക്ക്. ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മുടെ മുഖത്തിലെ അതിന്റെ സ്റ്റാറ്റസും അതിന്റെ പ്രിയമുള്ളവരെ അതിന്റെ ആ കവറിംഗ് ഒക്കെ എത്ര ഭംഗിയാണല്ലേ. നമ്മുടെ മുഖത്തിന് നമ്മൾ വെച്ച ആ ഫോട്ടോസിന് എന്തൊരു തിളക്കമാണ്. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയല്ല, ആ ഫേസ്ബുക്കിലും ആ വാട്സപ്പിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലല്ല നമ്മുടെ മുഖത്തിന് തിളക്കം വേണ്ടത്. മറിച്ച് നമ്മുടെ മുഖത്തിന് തിളക്കം വേണ്ടത് എവിടെയാണ്? ചില മുഖങ്ങളതാ, ചില മുഖങ്ങൾ വെളുത്തു തിളങ്ങുന്ന ദിവസമുണ്ട്. ചില മുഖങ്ങളതാ കറുത്തിരുണ്ടു പോകുന്ന ദിവസമുണ്ട്. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ മുഖമാണ് പരലോകത്ത് തിളങ്ങുന്നത്. അവരുടെ മുഖത്തിനാണ് പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് ലൈക്ക് കിട്ടുക, കമന്റ് കിട്ടുക. ആ ദിവസം അതാ അവന്റെ ഫേസിന്, അവന്റെ മുഖത്തിനതാ ലൈക്ക് കിട്ടിപ്പോയി, കമന്റ് കിട്ടിപ്പോയി. ഇലാ റബ്ബിഹാ നാദിറ, തന്റെ റബ്ബിനെ കാണാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് ആ മനുഷ്യന്. അതുകൊണ്ട് ആ പരലോകത്ത് നമ്മുടെ ഫേസിന് ലൈക്ക് കിട്ടാൻ, കമന്റ് കിട്ടാൻ വേണ്ട അമലുകൾക്ക് പ്രിയമുള്ളവരെ ആ അമലുകളുമായി, പ്രവർത്തനങ്ങളുമായി ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ മരണത്തിന്റെ മുമ്പില്, മരണത്തിന്റെ തൊട്ട് മുമ്പ് സെക്കൻഡുകൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഖേദിക്കും. മലക്കുൽ മൗത്ത് അവന്റെ തൊണ്ടയിലെത്തുന്ന സമയമുണ്ട്. റൂഹ് പിടിക്കാൻ മലക്ക് നമ്മുടെ തൊണ്ടയിലെത്തുന്ന സമയമുണ്ട്. ആ സമയത്തതാ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്പസമയത്തേക്ക് എന്നെ ഒന്ന് മടക്കിക്കൊണ്ട് റബ്ബേ, കുറച്ച് സെക്കൻഡുകൾ കൂടി, കുറച്ച് സമയം കൂടി എനിക്കൊന്ന് ജീവിക്കാൻ അവസരം താ റബ്ബേ. എങ്കിൽ ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ ധർമ്മം ചെയ്യ റബ്ബേ, സൽക്രമങ്ങൾ പ്രവർത്തിക്കാം. ഒരല്പസമയം എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കിക്കൊണ്ട് ദുനിയാവിലെ ഒരു സെക്കൻഡ് ജീവിക്കാൻ എനിക്ക് സമയം കൊണ്ടാന്ന് ആ മരണത്തിന്റെ തൊട്ട് മുമ്പ് പ്രിയമുള്ളവരെ മനുഷ്യന്മാർ ഖേദിക്കുന്നതാണ്. ആ സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മള് വെറുതെ നശിപ്പിച്ചു കളയുന്നത്. 10-60 വയസ്സുവരെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ട് മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി നമ്മള് ആ സമയത്തെ മിനിറ്റുകളെ നമ്മൾ കൊന്നുകളയാണ്. അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹത്തെയാണ് മനുഷ്യന്മാര് ഹറാമ് കാണാനും കേൾക്കാനും പ്രവർത്തിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്നത്. ആഖിറത്തിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി ഒരു അല്പസമയം പോലും മാറ്റിവെക്കാതെ സമയം നഷ്ടപ്പെടുത്തിയവർ നാളെ മലക്കുൽ മൗത്ത് വരുമ്പോ റബ്ബിനോട് പ്രിയമുള്ളവർ നമ്മൾ കെഞ്ചി നോക്കുന്നതാണ്, ഒരു അല്പസമയമൊന്ന് മടക്കിത്താ റബ്ബേ. പക്ഷേ പടച്ച റബ്ബ് പ്രിയമുള്ളവരെ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവന്റെ അവധിയെത്തിയാൽ ഒരു ആത്മാവിനും അല്ലാഹ് സമയം നൽകുന്നതല്ല. ഒരു സെക്കൻഡ് പോലും പടച്ച റബ്ബ് പിന്നെ തിരിച്ചു തരൂല പ്രിയപ്പെട്ടവരെ. ആ സമയം പോകാനാണ് നമ്മുടെ വിനോദങ്ങളിലും തമാശകളിലും നെറ്റ്വർക്കുകളിലൊക്കെ സമയം നമ്മൾ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ സമയത്ത് അതാ പടച്ച റബ്ബിനോട് മനുഷ്യന് ഖേദിക്കാൻ കുറച്ച് സമയം കൂടി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ 2026 വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഇന്നലകളിൽ നിറഞ്ഞു നിന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഈ സദസ്സിലിരുന്ന പല ആളുകളും ഇന്ന് പ്രിയമുള്ളവരെ ആറടി മണ്ണിലാണ്, കബറിലാണ്. പലരെയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മഹല്ലത്തിലെ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളിലെ പല ആളുകളെയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരൊക്കെ 4 അടി മണ്ണിലാണ്, തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ്
തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് നമ്മളവരെ യാത്രയാക്കിയിട്ടുണ്ട് ഖബറിലേക്ക്. ഇണയും തുണയുമില്ലാത്ത, താങ്ങും തണലുമില്ലാത്ത, വായുവും വെളിച്ചവുമില്ലാത്ത ആ ഖബറിലേക്ക് നമ്മൾ യാത്രയാക്കിയിട്ടുണ്ട് എങ്കിൽ പുതുവർഷ പേര് പറഞ്ഞ് പരിസരം മടന്ന് ആഘോഷിക്കുമ്പോ മനുഷ്യന്മാർ ഓർത്തില്ല ആ ഖബറിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ മടങ്ങാനുള്ളത്. ആ ഖബറിലേക്കാണ്, ആറടി മണ്ണിലേക്കാണ് ചെന്നുചേരാനുള്ളത് എന്ന് ഈ ആഘോഷിക്കുന്ന ആളുകള് പ്രിയപ്പെട്ടവരെ മറന്നുപോയി. എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുവാനുള്ള ആ കട്ടില് നമ്മുടെ നാട്ടിലെ മഹല്ലിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഖബറിന്റെ മുകളിൽ വെക്കാനുള്ള മീസാൻ കല്ല് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ എവിടെയാണോ നമ്മളെ മറമാടപ്പെടുന്നത് അവിടെയുള്ള ആ ഖബർസ്ഥാനിൽ നമുക്ക് വേണ്ടി ആ മീസാൻ കല്ല് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തു കട്ടില് നമ്മുടെ നാട്ടിലെ മഹല്ലിലുണ്ട്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അന്നമാ ഖലഖനാകും അബഥാ, നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മുടെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? റബ്ബിലേക്ക് മടങ്ങി വരൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോ പ്രിയമുള്ളവരെ മനുഷ്യൻ മരണമെന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യന്മാർ മറക്കണേ. എത്ര പ്രസക്തമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന ആർത്തിയും വഞ്ചനയും, താമസിക്കാൻ അവനുണ്ടാക്കുന്ന കൊട്ടാരങ്ങളും മണിമാളികകളും കാണുന്നവർ അറിയാതെ ചോദിക്കാണ്, അല്ല മനുഷ്യ ആർക്കു വേണ്ടിയാണ് നീ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ ഇതൊക്കെ സമ്പാദിക്കുന്നത്? അവരുടേതു മാത്രമായി കണ്ട എന്തെങ്കിലും ആരെങ്കിലും ഇന്നുവരെ ആ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടേതായി നമ്മൾ കണ്ട എന്തെങ്കിലും, അവരുടേതായി മരണപ്പെട്ടു പോയ ആളുകൾ അവരുടേതായി മാത്രം കണ്ട അവർ ഉണ്ടാക്കിയ ഏറ്റവും നല്ല സമ്പാദ്യങ്ങൾ എന്തെങ്കിലും 3 കഷ്ണം തുണിയല്ലാതെ ലോകത്ത് ആരെങ്കിലും ആ ഖബറിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്? കാലിലണിഞ്ഞ ചെരുപ്പ് മുതൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കയ്യിലെ വാച്ച് വരെ അയച്ചു വെച്ചിട്ടാണ് നമ്മൾ അവരെയൊക്കെ യാത്രയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ കുഴിമാടത്തിലേക്ക്, ആ ഒരു ഖബറിലേക്ക് യാത്ര പോകേണ്ട ആളുകളാണ്. അതാണ് ഓരോ സെക്കൻഡുകളും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്. നമ്മുടെ വാച്ചിലെ സൂചിങ്ങനെ ഓരോ സെക്കൻഡും ഇങ്ങനെ നീങ്ങുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക്, വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താ? എന്റെ മരണത്തിലേക്കുള്ള സെക്കൻഡുകളാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഓരോ വർഷം കഴിയുമ്പോഴും വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ്, എന്റെ മരണത്തിലേക്കുള്ള ഒരു വർഷമാണ് അടുത്തിരിക്കുന്നതെന്ന്. ആ ഒരു ചിന്തയാണ് ഓരോ പുതുവർഷ പുലരിയിലും വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. കൃത്യമായി ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന അമലുകൾ കൃത്യമായി ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം.
ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു മനുഷ്യൻ. അയാള് കടം വാങ്ങിയാണ് വിദേശത്ത് പോകുന്നത്. 2 വർഷം കൊണ്ട് അയാളെ കടം വീടി. അയാള് നാട്ടിലെത്തി. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പിന്നെ തിരിച്ചു പോകുന്നത് തന്റെ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ്. 2 പെൺമക്കളുണ്ട്. ആ പെൺമക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി വീണ്ടും അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോകുകയാണ്. പിന്നെ ആ മക്കളുടെ വിവാഹം കഴിഞ്ഞ് നാട്ടിൽ വന്ന് വിവാഹം നടത്തി വീണ്ടും ആ കടം വീടാൻ വേണ്ടി അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് പോകും. കടം വീടിയാൽ അടുത്ത ലക്ഷ്യം എന്താ വെച്ചാല് ഒരു മനോഹരമായ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് വേണം. ഞങ്ങൾ പറയണത് ശരിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അദ്ദേഹം മനോഹരമായൊരു വീട് വെച്ച് തന്റെ ആ കൊച്ചു കുടിലു മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി തീയതി നിശ്ചയിച്ചു. ആ വീട്ടിലേക്കുള്ള വസ്തുക്കൾ അദ്ദേഹം ശേഖരിച്ചു. പരമാവധി വിദേശത്തുള്ള തന്നെ അദ്ദേഹം അവിടെ ഒരുക്കി. തന്റെ വീടിന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള ദിവസം നിശ്ചയിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ടിക്കറ്റ് എടുത്തു. വീട്ടിലെത്തുന്നത് കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. നീണ്ട വർഷത്തെ ഗൾഫ് ജീവിതം, മനോഹരമായ ആ വീടിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള യാത്ര. എയർപോർട്ടിലെ കുടുംബം അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് അദ്ദേഹം പുറത്തിങ്ങനെ വരുന്ന സന്ദർഭമാണ്. ആ പിതാവിനെ മക്കളിങ്ങനെ കാണുന്നുണ്ട്, ഭാര്യ കാണുന്നുണ്ട്, മാതാപിതാക്കൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ പരിശോധന കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മരിക്കണ രംഗം. ഒരുപാട് ലക്ഷ്യങ്ങളുമായി തന്റെ ജീവിതത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട്, കുടുംബ ജീവിതത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് നീണ്ട വർഷക്കാലത്തെ ഗൾഫ് ജീവിതം അനുഭവിച്ച് നാട്ടിൽ നല്ലൊരു വീട് വെച്ച് അദ്ദേഹം മടങ്ങി വരുന്ന രംഗാണത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ്. കൊണ്ടോട്ടിയിൽ നമ്മുടെ കുടുംബത്തിൽ വന്നൊരു അനുഭവമാണ്. പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. അദ്ദേഹം ഉണ്ടാക്കിയ ആ സമ്പാദ്യങ്ങളൊക്കെ ആ ഒരു വീട് നോക്കി നിമിഷ നേരം കൊണ്ട് ആ ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തെ പിന്നെ കൊണ്ടുപോകണത് എങ്ങനെയാണ്? എല്ലാ പ്ലാനുകളും തകർത്തിട്ട് ആ പുതിയ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തിനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കളയുകയാണ്. വലിയ വേദനകൾ സമ്മാനിക്കുന്ന ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖുർആൻ പറയാണ്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുന്നുവോ ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. ഏത് മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ മനുഷ്യൻ ശ്രമിക്കുന്നത്, ആ മരണം അവനെ കണ്ടുമുട്ടും. അത് യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കും. എല്ലാ മനുഷ്യരും മരിക്കും. വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഭൂമിയിൽ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും തന്നെ അറിയുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ആ റബ്ബിലേക്ക് നമ്മൾ മടക്കപ്പെടും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും ഏതൊരു മരണത്തിൽ നിങ്ങൾ ഓടി അകലുന്നുവോ തീർച്ചയായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. പിന്നീട് ആ ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അപ്പോ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൻ നിങ്ങൾ വിവരമറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും പരലോക നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. എല്ലാവർക്കും അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ വർഷത്തിലെ സകല നന്മകളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പോയ ഒരു വർഷത്തെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ സമ്പാദ്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കാം. ഉദാഹരണം പറയൂ, ചെറിയ കുട്ടികൾ എഴുതുന്ന പെൻസിൽ ഉണ്ടല്ലോ, ആ പെൻസിലിന്റെ മുകളിൽ ഒരു സാധനം ഉണ്ട്, മായ്ക്കണം. എന്തിനാ എഴുതിയത്? തെറ്റുമ്പോ മായ്ക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്ത തെറ്റുകളെ മായ്ക്കാനുള്ള ഒരു സംവിധാനം പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പല ആളുകളും അത് ഉപയോഗിക്കണില്ല. ഏതാണത്? തൗബയാണ്. പല ആളുകളും അതിൽ അശ്രദ്ധമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോയ വർഷത്തെ തിന്മകളെ കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് അതിൽ കൃത്യമായ ഇസ്തിഗ്ഫാർ നടത്തി വരാനിരിക്കുന്ന വർഷത്തെ പരമാവധി നന്മയിൽ, വന്നിരിക്കുന്ന പുതിയ വർഷത്തെ പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്തി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് ആളുകളെ പ്രിയമുള്ളവർ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലിൽ, ബന്ധങ്ങളിൽ, സുഹൃത്തുക്കളിൽ അല്ലാഹു അവർക്ക് പൂർണ്ണ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ മഹല്ലിൽ, ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒന്നാമത്തെ സഫിൽ ഉണ്ടാകുന്ന പ്രിയ സുഹൃത്ത് പർവീസ്, നമുക്ക് പേര് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഒന്നാമത്തെ സഫിൽ ഞാൻ മിക്ക ദിവസങ്ങളിൽ, മിക്ക വെള്ളിയാഴ്ചകളിൽ കാണുന്നത് അദ്ദേഹം ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കഴിഞ്ഞ 25-ാം തീയതി ഒരു ആക്സിഡന്റ് നടന്ന് സ്കൂട്ടിക്ക് വേറൊരു കാറ് വന്നിടിച്ചാണ്. 3 ദിവസം ശ്രീലങ്കയിൽ ICUലായിരുന്നു. അപ്പൊ അദ്ദേഹം മംഗലാപുരത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. വളരെ പ്രയാസത്തിലാണുള്ളത്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെ ഓർക്കണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഖുതുബ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സംശയം ചോദിക്കും ചെയ്യും. ഒരു പ്രാർത്ഥന പറഞ്ഞാൽ ആ പ്രാർത്ഥന വാട്സപ്പിൽ വിടാൻ പറയും. ആ ഒരു ഓർമ്മ എനിക്ക് അദ്ദേഹത്തിന്. അപ്പോ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.